ഇന്ന് നമുക്ക് സോഫ്റ്റ് സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സിൽക്കിലൊക്കെ വരുന്ന നമ്മൾ ആ കൂടിയ റേഞ്ചിലൊക്കെ വരുന്ന സാരീസിൻ്റെ അതേ പാറ്റേണിൽ തന്നെ സെമിയിൽ വന്നിരിക്കുന്ന സാരി. അപ്പം ഇതൊക്കെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസും നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും 9 പേർക്ക് വീതം നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമ്മുടെ 9 സാരി ഗിവ് അവേ വിന്നേഴ്സിൻ്റെയും സാരീസ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഡിസ്പാച്ച് ചെയ്യാൻ പോവുകയാണ്. 9 പേർക്ക് 3 പേര് വെച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്നും, ഫേസ്ബുക്കിൽ നിന്ന് 3 പേർക്ക്, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് 3 പേർക്ക്, യൂട്യൂബിൽ നിന്ന് 3 പേർക്ക്, മൊത്തം 9 പാർസൽ 9 പേർക്ക് ഗിവ് അവേ കൊടുക്കാൻ പോവുകയാണ്. അമ്മിണി വാവച്ചൻ, റിനി ജോർജ്, ശ്രീലത എസ് ഇവരുടെ എല്ലാം പാർസൽ നമ്മൾ അയക്കുന്നതായിരിക്കും ഇന്ന് തന്നെ. അപ്പോൾ ഈ സാരി ഗിവ് അവേയിൽ ഈ 9 പേരാണ് ജയിച്ചിരിക്കുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നിന്ന് 3 പേര് വെച്ച് മൊത്തം 9. അപ്പോൾ എല്ലാ മാസവും നമുക്ക് ഇതേപോലത്തെ ഗിവ് അവേസ് ഉണ്ടാവും. എല്ലാ മാസവും നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് സാരീസ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ജയിക്കാൻ വേണ്ടി ആകെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഏത് ചാനലിലാണോ കാണുന്നത്, യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക. റെഗുലർലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാ മാസവും ഓരോരോ ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. 3 പേരെ വെച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന്. അപ്പോൾ 9 പേർക്ക് എല്ലാ മാസവും സാരീസ് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് വരുന്നത് ഒരു ഫ്ലഷ് ടോൺ പിങ്ക്, ആ ഒരു ടോണിൽ വരുന്ന സാരിയാണ്, സാരി നമ്പർ 1. അപ്പം ഈ സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാരി. നമുക്ക് ഉടുത്താൽ നല്ല ഒതുങ്ങിയിരിക്കും. മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കിത് ഒട്ടും നിഴലടിക്കുന്ന മെറ്റീരിയൽ അല്ല. പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ത്രെഡിൽ വന്നിരിക്കുന്ന വീവാണ്. അതായത് പലർക്കും ഗോൾഡൻ സെറി ഇഷ്ടമില്ലാത്ത പലരും ഉണ്ടല്ലോ. അപ്പോൾ ഗോൾഡൻ സെറി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇതെല്ലാം ത്രെഡിൽ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വീവ് ചെയ്ത് വന്നിരിക്കുന്ന ഡിസൈൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല രസമാട്ടോ ഈ സാരി. ഉടുത്തു കഴിഞ്ഞാൽ 1450 ആരും പറയില്ല. അതെ, ഇതാണ് അതിൻ്റെ മുന്താണി വന്നിരിക്കുന്നത്. മുന്താണിയുടെയൊക്കെ ആ ഒരു ഡിസൈൻ നോക്കിയാൽ എല്ലാം ത്രെഡാണ്. കസവിൻ്റെ യാതൊരു വർക്കും ഇതിനകത്ത് വന്നിട്ടില്ല. ഉണ്ടോ, നല്ല ഭംഗിയുള്ള വർക്കാണ് മുന്താണിയിലും വന്നിരിക്കുന്നത്. അതെ, മുന്താണിയുടെ ആ എൻ പോർഷനിൽ ഇതേ ഇങ്ങനെ ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുത്താലും നല്ല ഒതുങ്ങി കിടക്കും. ഈ മെറ്റീരിയൽ ഒന്നും നമുക്കൊട്ടും ചൂടെടുക്കുക ഒന്നും ചെയ്യുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബോഡിയിലേക്ക് വരുമ്പോഴും ഇതേപോലെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ടോണിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ്. ഇതിൻ്റെ ടാസിൽസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. 1450 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. സാരി നമ്പർ 1. എല്ലാത്തിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്പർ ശ്രദ്ധിച്ചിടണം കേട്ടോ. ഞാൻ എപ്പോഴും പറയും, പക്ഷേ എല്ലാവരും മറന്നു പോകുന്നതെന്ന് തോന്നുന്നു. സ്ക്രീൻഷോട്ട് മാത്രമേ ഇടുകയുള്ളൂ, നമ്പറും കൂടെ ഇടണം കേട്ടോ. അടുത്തത് വരുന്നത് ഒരു ബ്രൗൺ, സാരി നമ്പർ 2. ഒരു ബ്രൗണിഷ് ടോൺ. അത് ബ്രൗൺ ആണെങ്കിലും നല്ലൊരു ഭംഗിയുള്ളൊരു ബ്രൗൺ ടോൺ. അതിനകത്തും ഇതേപോലെയാണ് ത്രെഡ് വീവ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഒറ്റ സാരിയിലും കസവിൻ്റെ വർക്കൊന്നുമില്ല. അപ്പോൾ കസവിൻ്റെ വർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ മുന്താണിയുടെ ഡിസൈൻ വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത് കേട്ടോ. ബ്ലൗസ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. സാരി നമ്പർ 2 ഒരു ബ്രൗൺ നല്ല ഭംഗിയുള്ളൊരു കളറാട്ടോ. ബ്രൗണും. അടുത്ത് വരുന്ന സാരി നമ്പർ 3. ഇതും ഒരു ഡസ്റ്റി പിങ്ക്, അങ്ങനെ ഒരു ഡസ്റ്റി പിങ്ക് അല്ല, ഒരു ഫ്ലഷ് ടോൺ പിങ്കിൻ്റെ അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. സാരി നമ്പർ 3 നല്ല ഭംഗിയാണ് ഇതിൻ്റെ. ബോഡിയിലെ വർക്ക് ചെറിയ വർക്ക് ഇങ്ങനെ വരും. മുന്താണിയിലെ വർക്ക് ഇതേ ഇങ്ങനെയാണ് വരുന്നത്. സാരി നമ്പർ 3. ഇത് നമുക്ക് ബോഡിയിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടാണ് ബോഡിയിലേക്ക് വരുന്നത്. ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടായിരിക്കും ബോഡിയിൽ വർക്ക് വരുന്നത്. കണ്ടോ, ഇങ്ങനെ ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കുന്നിടത്താണ് അടുപ്പിച്ച് വരുന്നത്. അല്ലാത്തടത്തേക്ക് വരുമ്പോൾ കുറച്ച് വിട്ടായിരിക്കും വർക്ക് വരുന്നത്. സാരി നമ്പർ 3 നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് നല്ല ഭംഗിയാണ്. എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡുമാണ്. എല്ലാ കോംപ്ലക്ഷൻകാർക്കും ചേരും. സാരി നമ്പർ 4 വരുമ്പോൾ ബ്ലാക്ക്, നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ടോൺ.
അതിനകത്ത് ഇത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. 1450 ആണ് ഇതിൻ്റെ എല്ലാം റേറ്റ്. സാരി നമ്പർ 4. സാരി നമ്പർ 5. 5 വരുമ്പോഴും നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക്. സാരി നമ്പർ 5. നല്ല ഷെയ്ഡാട്ടോ, എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ. സാരി നമ്പർ 5 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ടോൺ, എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ്സാണ് ഇതൊക്കെ. സാരി നമ്പർ 5 ഉണ്ടോ, മുന്താണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും. ഇങ്ങനെ ഒട്ടും ഭയങ്കര ഡാർക്കായിട്ട് നിൽക്കുന്ന ഷെയ്ഡൊന്നും അല്ല കേട്ടോ, നല്ല സറ്റിലായിട്ട് നല്ല രസമുള്ള ഷെയ്ഡാണ്. സാരി നമ്പർ 5. സാരി നമ്പർ 6. 6 നോക്കിയേ, നല്ല രസമുള്ള ഷെയ്ഡ്സ്. എനിക്ക് തോന്നുന്നു വിലയുള്ള സാരിയിൽ ഇത്രയും നല്ല ഷെയ്ഡ് വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. സാരി നമ്പർ 6 ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. വർക്കും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ മുന്താണിയിലെ വർക്ക് കണ്ടോ, നല്ല രസമുള്ള ഒരു വർക്ക് മുന്താണിയിൽ വന്നിരിക്കുന്നത്. സാരി നമ്പർ 6 നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഒതുങ്ങി കിടക്കും, നല്ല കംഫർട്ടാണ് ഉപയോഗിക്കാനായിട്ട്. റേറ്റ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി, 1450 ഉള്ളൂ റേറ്റ്. സാരി നമ്പർ 7 ഒരു ഗ്രേ ടോൺ. സാരി നമ്പർ 7 ഒരു കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും കല്യാണത്തിന് ഉടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ നല്ലതാട്ടോ. പിന്നെ ഇതിനകത്ത് സെറിയുടെ വർക്ക് ഇല്ലാത്തതുകൊണ്ട് കല്യാണത്തിനൊന്നല്ല, നമുക്ക് എവിടെ വേണേലും ഉപയോഗിക്കാം. സാരി നമ്പർ 7 വാഷ് ചെയ്ത് ഉപയോഗിക്കാം, സെമിയിൽ വരുന്നതായതുകൊണ്ട് തന്നെ. സാരി നമ്പർ 8 വരുമ്പോഴും നല്ലൊരു ഭംഗിയുള്ള ഒരു ബേജിൻ്റെ ഒരു ടോൺ, നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. സാരി നമ്പർ 8. സാരി നമ്പർ 8. സാരി നമ്പർ 9 വരുമ്പോഴും നല്ലൊരു രസമുള്ള ഒരു ഷെയ്ഡ്. സാരി നമ്പർ 9 ഇതുമൊക്കെ ഒരു ബേജിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആട്ടോ, പക്ഷെ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്, നല്ല ഭംഗിയാണ്. സാരി നമ്പർ 9 മുന്താണിയിലും ബോഡിയിലും എല്ലാം ത്രെഡിൻ്റെ വ്യൂ ഡിസൈൻ. സാരി നമ്പർ 9. സാരി നമ്പർ 10 വരുമ്പോഴും പിങ്കിൻ്റെ തന്നെ വേറൊരു വേർഷൻ, ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. സാരി നമ്പർ 10 പ്ലസൻ്റ് ആയിട്ട് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 10. ബോഡിയിലെ വർക്കാണേലും ചെറിയ വർക്ക്, മുന്താണിയും നല്ല ബ്യൂട്ടിഫുൾ വർക്ക്. സാരി നമ്പർ 10. സാരി നമ്പർ 11 വരുമ്പോഴും നമുക്ക് ആ ഒരു പിങ്കിൻ്റെ തന്നെ ഒരു ഷെയ്ഡ് തന്നെയാണ്. 11 ഇതാണ് ബോഡിയിലെ വർക്ക് വരുന്നത്, ഇങ്ങനെ വരും. എല്ലാം നല്ല കളേഴ്സാട്ടോ, ഇത് ഏത് കോംപ്ലക്ഷൻകാർക്കും ചേരുന്ന ഷെയ്ഡ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതെല്ലാം. സാരി നമ്പർ 11. മുന്താണിയിലെ ഡിസൈൻ നോക്കിയാൽ നല്ല അടിപൊളിയാണ്. സാരി നമ്പർ 12. സാരി നമ്പർ 12. സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ സാരിയുടെ നമ്പറും കൂടെ ഒന്ന് ഇടണേ. ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് സാരിയുടെ നമ്പേഴ്സ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതും കൂടെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പിന്നെയും നിങ്ങൾ വീഡിയോ നോക്കാൻ പോകേണ്ടി വരും സാരിയുടെ നമ്പർ നോക്കാൻ വേണ്ടിയിട്ട്. സാരി നമ്പർ 12. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ, ഇങ്ങനെ ഒഴുകി പോകുന്ന മെറ്റീരിയലും അല്ല, ഉടുത്താൽ അതുപോലെ കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. അടുത്തത് വരുന്നത് സാരി നമ്പർ 13 ഒരു ഗ്രേ ബ്രൗൺ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്. സാരി നമ്പർ 13.
മുന്താണിയുടെ വർക്കൊക്കെ നോക്കിയാൽ നല്ല രസമാണ് കേട്ടോ. സാരി നമ്പർ 13. ഒരു ഗ്രേ ഷെയ്ഡാണ്, അല്പം ഒരു ബ്രൗൺ ചേർന്ന പോലുള്ളൊരു ഗ്രേ ഷെയ്ഡ്. സാരി നമ്പർ 13. 1450 ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സോഫ്റ്റ് സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ മതി. വാട്സപ്പിൻ്റെ നമ്പറും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.